നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ നിന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുറത്തുവരുന്ന വാർത്തകൾ അത് വാഷിംഗ്ടണിലും അതോടൊപ്പം തന്നെ ടെൽ അവീവിലും കനത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. മേഖലയിൽ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന അമേരിക്കൻ സൈനിക മേധാവിത്വത്തിൻ്റെ അപ്രമാദിത്വം പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള 3 നിർണായക സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത്. USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന അതിശക്തമായ വിമാനവാഹിനി കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം അത് ഇതിൽ പ്രധാനമാണ്. ശത്രു രാജ്യങ്ങളുടെ ആക്രമണമല്ല, മറിച്ച് കേവലം ഒരു സാങ്കേതിക തകരാറോ ഷോർട്ട് സർക്യൂട്ടോ ആണ് തീപിടുത്തത്തിന് കാരണമെന്ന് പെൻറ്റഗൺ വിശദീകരിക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധക്കപ്പലിനുണ്ടായ ഈ ഒരു മിസ്ഹാപ്പ് അത് അമേരിക്കയുടെ മുഖം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായിട്ടാണ് ലോകം കാണുന്നത്. സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കയുടെ തന്നെ പരമാധികാരമെന്ന് വിശേഷിപ്പിക്കുന്ന മൂവിംഗ് എംപയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്തരം കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ചെറിയ അപകടവും അത് ആഗോളതലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതാണ്. അമേരിക്കൻ സൈന്യത്തെ ഞെട്ടിച്ച രണ്ടാമത്തെ സംഭവം അത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന റീഫ്യൂവലിംഗ് വിമാനം തകർന്നു വീണതാണ്. ഇറാഖിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് നടന്ന ഈ ഒരു അപകടം സൈനിക അഭ്യാസത്തിനിടയിലെ പിഴവാണെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോഴും തങ്ങളാണ് ഇത് വെടിവെച്ചിട്ടതെന്ന അവകാശവാദവുമായിട്ട് ഇറാൻ രംഗത്തെത്തിയത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ദീർഘദൂരം പറക്കുന്ന B-2 ബോംബറുകൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്ക് ജീവവായു നൽകുന്ന ഇത്തരം സപ്പോർട്ടിംഗ് വിമാനങ്ങൾ തകരുന്നത് അത് വ്യോമസേനയുടെ ആത്മവീര്യത്തെ ഗണ്യമായിട്ട് ബാധിക്കും. സാങ്കേതികമായിട്ട് ഏറെ മുന്നിലാണെന്ന് കരുതുന്ന അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാകപ്പിഴകൾ സംഭവിക്കുന്നത് സൈനിക സന്നാഹങ്ങളിൽ എവിടെയൊക്കെയോ വിള്ളലുകൾ വീഴുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നത്. ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ അപകടങ്ങളെ തങ്ങളുടെ പ്രകടനശേഷിയുടെ തെളിവായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇത് യുദ്ധമുഖത്ത് പുതിയൊരു വിവര പോരാട്ടത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഇറാഖിലെ എർബിലിലുള്ള അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ നേരിട്ട് പതിച്ചുവെന്ന വാർത്ത അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ തന്നെ സംശയിപ്പിക്കുന്നവയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താഡ് അതുപോലെ പാട്രിയോട്ട് കവചങ്ങൾ ഭേദിച്ചാണ് ഇറാൻ്റെ ആയുധങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ഇത് കേവലം ഒരു ആക്രമണമല്ല, മറിച്ച് അമേരിക്കയുടെ അവനാഴിയിലെ അസ്ത്രങ്ങൾ കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമായി തന്നെ പലരും കണക്കാക്കുന്നു. വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന ഇറാൻ്റെ ആയിരക്കണക്കിന് ഡ്രോണുകളെ തകർക്കാനായിട്ട് ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള പ്രതിരോധ മിസൈലുകൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത്തരമൊരു സാമ്പത്തിക യുദ്ധം ദീർഘകാലം തുടർന്നാൽ അത് അമേരിക്കയുടെ പ്രതിരോധ സംഭരണി ശൂന്യമാക്കാനും അത് തായ്വാൻ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലെ സുരക്ഷയെ ബാധിക്കാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ ശക്തമാണ്. ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായിട്ട് മുജ്തബ ഖമേനി സ്ഥാനമേറ്റത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ നയങ്ങൾ കൂടുതൽ തീവ്രതയോടെ തുടരുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇറാൻ്റെ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതികാരം പൂർത്തിയാക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ്. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം ആഗ്രഹിക്കുമ്പോഴും അവരുടെ മണ്ണിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ശത്രുപക്ഷത്ത് മാത്രമേ കാണൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മുജ്തബയുടെ ഈ ഒരു കർക്കശ നിലപാട് അമേരിക്കയെ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഇസ്രയേലുമായിട്ടുള്ള ആക്രമണത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന മുജ്തബയുടെ പ്രസംഗം ഇറാൻ്റെ വരുന്ന ആളുകളിലെ ആക്രമണ തന്ത്രങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിനെ ഇറാൻ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുവെന്നതാണ് ആഗോള വിപണി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ലോകത്തെ എണ്ണ നീക്കത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഈ പാതയിൽ തങ്ങൾ തീരുമാനിക്കുന്ന കപ്പലുകൾ മാത്രമേ അതുവഴി കടത്തിവിടൂ എന്ന നിലപാടിലേക്ക് ഇറാൻ നീങ്ങുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഞങ്ങൾ ലോകത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഇറാൻ്റെ യുക്തി അത് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണ്. നിലവിൽ 28 ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടെ 100 കണക്കിന് ചരക്ക് കപ്പലുകൾ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഹോർമുസ് അടഞ്ഞുകിടക്കുന്നത് തുടർന്നാൽ ഇന്ധനവില കുതിച്ചുയരുകയും ആഗോളതലത്തിൽ വിലക്കയറ്റം രൂക്ഷമാവുകയും ചെയ്യും. ഇത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഇറാൻ്റെ നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ പ്രേരിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ടും കണക്കാക്കപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങൾ നിലവിൽ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഒരു കാലത്ത് സുരക്ഷയ്ക്കായിട്ട് അമേരിക്കൻ താവളങ്ങൾക്ക് അനുമതി നൽകിയ അവർക്ക് ഇപ്പോൾ അതേ താവളങ്ങൾ ഭീഷണിയായി മാറിയിരിക്കുന്നു. അമേരിക്കൻ താവളങ്ങളെ തങ്ങളുടെ മണ്ണിൽ നിന്ന് പുറത്താക്കണമെന്ന ഇറാൻ്റെ ആവശ്യം അംഗീകരിക്കുന്നത് പ്രായോഗികമല്ലെങ്കിലും ഇറാൻ ആക്രമണം തുടർന്നാൽ സ്വന്തം എണ്ണപ്പാടങ്ങളും ശുദ്ധജല പ്ലാന്റുകളും ഒക്കെ തന്നെ തകർക്കപ്പെടുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധം പൂർണ്ണമായിട്ടും ഫലപ്രദമല്ലെന്ന് കണ്ടതോടെ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇറാഖിലെയും ഇറാനിലെയും ഭരണകൂടങ്ങളുമായിട്ട് രഹസ്യ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും തയ്യാറെടുക്കുന്നതായിട്ടാണ് സൂചന. അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിന് പകരം സ്വന്തം നിലനിൽപ്പിനായിട്ട് പുതിയ സഖ്യങ്ങൾ തേടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം. ഇസ്രയേലിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ടെൽ അവീവിലും മധ്യ ഇസ്രയേലിലും ഇറാൻ്റെ മിസൈലുകൾ നേരിട്ട് പതിച്ചു തുടങ്ങിയിരിക്കുന്നത് യുദ്ധത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഇസ്രയേലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അയൺ ഡോം
ആ സംവിധാനങ്ങളിൽ വിള്ളലുകൾ വീണതായിട്ടാണ് വിവരം. ഇതിനെ തുടർന്ന് ലേസർ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള അയൺ ബീം പോലെയുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദാതിവേഗ മിസൈലുകളെ തടയാൻ അവയ്ക്ക് എത്രത്തോളം കഴിയുമെന്ന് കണ്ടറിയണം. യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു പോകുന്നതിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത സെൻസർഷിപ്പ് അത് കാരണം ഇപ്പോൾ യഥാർത്ഥ നാശനഷ്ടങ്ങൾ എത്രയാണെന്ന് പുറം ലോകത്തിന് കൃത്യമായ ധാരണയില്ല. എങ്കിലും പുണ്യനഗരമായിട്ടുള്ള ജെറുസലേമിൽ പോലും സുരക്ഷാ ഭീഷണിയെ തുടർന്ന് പ്രാർത്ഥനകളൊക്കെ നിർത്തിവെക്കേണ്ടി വന്നത് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നതിൻ്റെ തെളിവാണ്. ജെറുസലേം എന്ന നഗരം വെറുമൊരു ഭൂപ്രദേശമല്ല, മറിച്ച് മുസ്ലിം, ജൂത, ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ വൈകാരിക കേന്ദ്രമാണ്. ഈ നഗരത്തെ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നുവെന്നത് വലിയ ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ജെറുസലേമിലെ വിശുദ്ധ നഗരങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രതിഷേധത്തിന് കാരണമാകും. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അളമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഏത് കേന്ദ്രത്തെയും ആക്രമിക്കാൻ അവർ മടിക്കില്ല എന്നതാണ് വസ്തുത. ജെറുസലേം ആക്രമിക്കപ്പെട്ടാൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാനുമായി ഒരു സന്ധിക്ക് തയ്യാറായി ഇത്തരം നഗരങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നേക്കാം. ഇത്തരം ഒരു വൈകാരിക മർമ്മത്തിൽ അടിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെയും ശാസ്ത്രജ്ഞരെയും തകർത്ത് അവരെ ദുർബലപ്പെടുത്താമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടലുകൾ പാളിയതായിട്ടാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രമുഖ ശാസ്ത്രജ്ഞരായിട്ടുള്ള ഫക്രിസാദ ഉൾപ്പെടെയുള്ളവർ വധിക്കപ്പെട്ടിട്ടും ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ പുറകോട്ട് പോയില്ല. ചൈന, റഷ്യ, നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രഹസ്യമായ സാങ്കേതിക സഹായങ്ങൾ ഇറാനെ പിടിച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആണവ ഇൻസ്റ്റലേഷനുകൾ തകർത്താലും ആ സാങ്കേതിക വിദ്യ നിലവിൽ കമ്പ്യൂട്ടറുകളിലും ശാസ്ത്രജ്ഞരുടെ ചിന്തകളിലും സുരക്ഷിതമാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇറാൻ തങ്ങളുടെ ആണവായുധ പ്രഖ്യാപനം നടത്തുമോ എന്ന പേടി ഇസ്രയേലിനെ വിട്ടുമാറുന്നില്ല. 2040 ഇസ്രായേൽ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് ഇറാൻ സ്ഥാപിച്ച ക്ലോക്ക് ഈ യുദ്ധകാലത്ത് കൂടുതൽ ചർച്ചയാകുന്നുണ്ട്. യുദ്ധസമയത്ത് പുറത്തു വരുന്ന അവകാശവാദങ്ങളെ വസ്തുതകളുമായി വേർതിരിച്ചറിയുക എന്നത് പ്രയാസകരമായിട്ടുള്ള ദൗത്യമാണ്. കഴിഞ്ഞ ദിവസം 16 ഇറാനിയൻ മൈൻ വിതരണ കപ്പലുകൾ തകർത്തതായിട്ട് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഇതിന് സ്വതന്ത്രമായിട്ടുള്ള സ്ഥിരീകരണമില്ല. യുദ്ധം നിലനിൽക്കുന്ന കടൽ മേഖലകളിൽ ഇരുഭാഗവും തങ്ങളുടെ വിജയം പെരുപ്പിച്ചു കാട്ടാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലുമൊക്കെ തന്നെ അമേരിക്കൻ കപ്പലുകൾക്ക് പഴയതുപോലെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. തങ്ങളുടെ സുരക്ഷാ കവചങ്ങൾ ഭേദിക്കപ്പെടുന്നുവെന്ന ബോധ്യം അമേരിക്കൻ സൈനികരിലും കപ്പൽ ഉടമകളിലുമൊക്കെ തന്നെ ഭീതി വിതച്ചിട്ടുണ്ട്. ഈ മാനസികമായിട്ടുള്ള ഒരു പരാജയം അത് യുദ്ധക്കളത്തിലെ ഭൗതികമായിട്ടുള്ള പരാജയത്തെക്കാൾ വലിയ ആഘാതമാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് നൽകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് അമേരിക്കയുമായുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കേണ്ടി വരും. മേഖലയിലെ സംഘർഷം നീണ്ടുപോയാൽ അത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ തൊഴിലിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ശാശ്വത സമാധാനത്തിനായി ഇന്ത്യ നടത്തുന്ന ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ നിർണായകമായി മാറും. ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾ വെറും വാക്കല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങൾ ഒരു പുനർചിന്തനത്തിന് തയ്യാറാകേണ്ടി വരുമെന്നാണ് ഈ യുദ്ധ സാഹചര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിയെഴുതുന്ന ഒരു ചരിത്ര സന്ധിയാണ്. അമേരിക്കയുടെ സൈനിക ശക്തിയെയും ഇസ്രായേലിൻ്റെ അതിജീവന തന്ത്രങ്ങളും ഇറാന്റെ ചടുലമായിട്ടുള്ള നീക്കങ്ങൾക്ക് മുന്നിൽ പരീക്ഷിക്കപ്പെടുകയാണ്. ആണവ പ്രതിരോധം ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഉത്തര കൊറിയയെ പോലെ ഇറാനും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. 1974 1998 ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണങ്ങൾ നൽകിയ സുരക്ഷാ ബോധം പോലെ ഇറാനും അത്തരമൊരു ശക്തിയായി മാറുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ കണക്കുകൂട്ടലുകൾ തിരുത്തിയില്ലെങ്കിൽ ഈ യുദ്ധം ഒരുപക്ഷെ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു ദുരന്തത്തിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ശക്തി സന്തുലിതാവസ്ഥയിലേക്കോ ഒക്കെ തന്നെ വഴിമാറിയേക്കാം.